എല്ലാ കൂട്ടുകാർക്കും സിനീസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ രുചിയുള്ള ഒരു കിടിലൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ. 2 ഗ്ലാസ് ബസ്മതി റൈസ് നന്നായി കഴുകി അരമണിക്കൂർ കുതിർക്കാനായിട്ട് വയ്ക്കുക. അരി വേവാൻ ആവശ്യമായ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ബസ്മതി റൈസ് ഇട്ട് ഒരു 3/4 വേവൊക്കെ ആകുമ്പോഴത്തേക്ക് ഊറ്റിയെടുക്കുക. അധികം വെന്തു പോകരുത്. ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ 5 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അത് ലേശം കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചിക്കി തോർത്തിയെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തൊന്ന് വഴറ്റുക. ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് വഴറ്റുക. ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ്, കാബേജ് എന്നിവ ചേർക്കുക. ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, മട്ടർ, സ്പ്രിംഗ് ഒനിയൻ എന്നിവ ചേർത്ത് വഴറ്റുക. ഈ പച്ചക്കറികളെല്ലാം തന്നെ ഒന്ന് ചെറുതായി വേവുക മാത്രമേ ചെയ്യാവൂ, നന്നായി വെന്തുടയരുത്. അതുപോലെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കേണ്ടത് സ്റ്റൗ എപ്പോഴും ഹൈ ഫ്ലെയിമിലിട്ട് വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്, അല്പം പഞ്ചസാര എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയും ഈ സമയം നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അരി ഉടഞ്ഞു പോകാതെ വേണം ഇളക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു തടിയുടെ സ്പാച്ചില ഉപയോഗിക്കാം. ഈ മിക്സിങ്ങിലാണ് ഫ്രൈഡ് റൈസിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് അരി ഉടഞ്ഞു പോകാതെ കുഴഞ്ഞു പോകാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ റെസ്റ്റോറൻറ്റ് രുചിയിലുള്ള ഫ്രൈഡ് റൈസ് തയ്യാറായിരിക്കുകയാണ്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.